ജൂൺ 23-നാണ് നമ്മുടെ പുതിയ മന്ത്രിസഭ മോദി മന്ത്രിസഭയുടെ ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ജൂൺ 26 നിർണായകമായ ഒരു ദിനമാണ്. അന്നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് TDPയുടെ ആവശ്യത്തിൽ നിന്ന് അവർ ഇതുവരെ പിന്നാക്കം പോയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവരുടെ മറ്റൊരു സഖ്യകക്ഷിയായ JDU പറഞ്ഞത് തങ്ങൾ BJP എടുക്കുന്ന ഏത് തീരുമാനത്തിനോടും ഒപ്പമായിരിക്കുമെന്നാണ്. ഇവിടെയാണ് പ്രതിപക്ഷം ഒരു പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശിവസേനയാണ് ആ നീക്കം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ജയ് റാവത്ത് ശിവസേന നേതാവ് പറഞ്ഞിരിക്കുന്നത് TDP സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അതായത് TDP ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ ഉറപ്പായും പ്രതിപക്ഷം പിന്തുണയ്ക്കുമെന്നാണ്. ഏതായാലും അത് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എല്ലാ കണ്ണുകളും ജൂൺ 26-ലേക്ക് പോകുന്നു. ഏതായാലും BJP സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പ്രതിപക്ഷം പറയുന്നത് സ്പീക്കർ സ്ഥാനം BJPക്കാണ് എങ്കിൽ NDAയ്ക്കുള്ളിലുള്ള ചെറു പാർട്ടികളെ BJP വിഴുങ്ങുക തന്നെ ചെയ്യും എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ TDP സ്ഥാനാർത്ഥി നിർത്താമെങ്കിൽ പ്രതിപക്ഷം പിന്തുണ നൽകുമെന്നാണ്. ഏതായാലും ജൂൺ 26 BJP അതിജീവിക്കുമെന്നാണ് കണക്കുകൾ ഇല്ലെങ്കിൽ നമ്പറുകൾ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ TDP വിട്ടുപോയാലും കേവല ഭൂരിപക്ഷം നിലവിൽ BJPക്കുണ്ട്. ഇനി JDU TDPയും വിട്ടുപോയാൽ പോലും നിലവിൽ 274 അംഗങ്ങളുടെ പിന്തുണ മോദി സർക്കാരിനുണ്ട്. YSR കോൺഗ്രസ് 4 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ 278 എന്ന നിലയിൽ, അതായത് വളരെ ഇഞ്ചോടിഞ്ച് നിലയിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു വലിയ മെജോറിറ്റി എന്നല്ല, എന്നാൽ കേവല ഭൂരിപക്ഷം കിടന്നുള്ള മെജോറിറ്റി ഉണ്ടാകും. ഇനി അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ മുന്നണിയിലെ ഏതെങ്കിലുമൊക്കെ പാർട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളം.